നന്ദിനിയെ മാനഭംഗപ്പെടുത്തിയ സംഭവത്തിന് ശേഷം പവിത്രൻ എവിടെ എന്നന്വേഷിച്ച വീണയ്ക്ക് ലഭിച്ച മറുപടി അവളെ ഞെട്ടിച്ചു കളഞ്ഞു. അതിനേക്കാൾ വലിയ ഞെട്ടൽ അവളുടെ അച്ഛൻ പറഞ്ഞ പഴയൊരു കഥയിലായിരുന്നു. പവിത്രൻ്റെ യഥാർത്ഥ നിറം വെളിവാകുന്ന ആ കഥയിലേക്ക് സ്വാഗതം. അവിവാഹിതയുടെ ഭാഗം 15 നമുക്ക് കേൾക്കാം. പവിത്രൻ ഇളയച്ചൻ നാട്ടിലുണ്ടോ അതോ യാത്ര പോയിരിക്കുകയാണോ എന്നറിയാൻ വേണ്ടി വീണ തൻ്റെ അച്ഛനുമായി സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞതിന് പ്രകാരം നന്ദിനിയെ മാനഭംഗപ്പെടുത്തിയ അന്ന് തന്നെ പവിത്രൻ നാട്ടിൽ നിന്ന് പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എവിടേക്കാണ് പോയതെന്നോ എന്ന് മടങ്ങി വരുമെന്നോ ആർക്കും അറിയില്ല. അതിൽ വലിയ പുതുമയൊന്നും ആർക്കും തോന്നുന്നില്ല. കാരണം സാധാരണ അങ്ങനെ തന്നെയാണ്. ഇനി തീർത്തും അപ്രതീക്ഷിതമായി എപ്പോഴെങ്കിലും ഒരു ദിവസം സ്ഥലത്ത് വരും. അല്ലാതെ അതുവരെ അങ്ങേരെപ്പറ്റി ഒരു വിവരവും പൊതുവെ ലഭിക്കാറില്ല. വീണ എന്തിനാണ് താൽപ്പര്യപൂർവ്വം ഇളയച്ചനെ അന്വേഷിക്കുന്നതെന്ന് അവളുടെ അച്ഛന് സംശയം തോന്നിയതാണ്. അത് ചോദിച്ചപ്പോൾ ആദ്യം അവൾ പറഞ്ഞില്ല. പക്ഷേ ഒരു മകൾ എന്തെങ്കിലും സത്യം ഒളിച്ചു വെച്ചുകൊണ്ട് അച്ഛനോട് സംസാരിക്കുമ്പോൾ അച്ഛന് അത് മനസ്സിലാക്കിയെടുക്കാൻ താരതമ്യേന എളുപ്പമാണല്ലോ. അതുകൊണ്ട് അങ്ങനെ സംശയം തോന്നിയതുകൊണ്ട് ആണ് പത്മനാഭൻ നമ്പ്യാർ മകളോട് ഇപ്രകാരം ചോദിച്ചത്. മോള് പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തോ ഒരു കാര്യം മറച്ചു വെച്ച് പറയുന്നത് പോലെ സംസാരത്തിൽ നിന്നും എനിക്ക് ഗ്രഹിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. എൻ്റെ തോന്നൽ ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടല്ലോ അല്ലേ? വീണയ്ക്ക് ഇനി കാര്യങ്ങൾ അച്ഛനോട് തുറന്നു പറയുന്നത് തന്നെയാണ് നല്ലത് എന്ന് തോന്നി. അതുകൊണ്ട് യഥാർത്ഥത്തിലുള്ള കാര്യം അച്ഛനോട് പറഞ്ഞു. അപ്പോൾ അയാൾക്കുണ്ടായ വിഷമം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അനുജനാണ് പവിത്രൻ എന്നത് ശരി. തൻ്റെ ഇരട്ട സഹോദരൻ ഒരേ ദിവസം തന്നെ ഉണ്ടായതാണെങ്കിലും 1 മണിക്കൂറിന് അനിയൻ. പല വീടുകളിലെയും ഇരട്ട കുട്ടികളെ കണ്ടാൽ ശരിക്കും മനസ്സിലാക്കാൻ കഴിയും. അത്രയും അന്തരങ്ങൾ എന്തെങ്കിലുമൊക്കെ അവർ തമ്മിൽ കാണും. ആദ്യം കാണുന്നവർക്ക് ഒരുപോലെ തോന്നുമെങ്കിലും അടുത്ത് അറിയാവുന്നവർക്കൊക്കെ 2 പേരെയും തിരിച്ചറിയാനും കഴിയും. തങ്ങളുടെ കാര്യത്തിൽ സ്ഥിരമായി കാണുന്നവർക്ക് പോലും തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. തമ്മിൽ തെറ്റിപ്പോകാൻ ഒരു സാധ്യതയുമില്ലാത്ത അച്ഛനും അമ്മയ്ക്കും പോലും തെറ്റിയിട്ടുണ്ട്. തന്നെയും പവിത്രനെയും തമ്മിൽ തെറ്റിപ്പോയ വകയിൽ അനുഭവിച്ചത് മുഴുവൻ താനാണ്. ചെറുപ്പത്തിൽ അവൻ എന്തെങ്കിലും വികൃതി കാണിച്ചിട്ട് ഓടിയാൽ അടി വാങ്ങുന്നത് താനായിരിക്കും. സ്കൂളിൽ ഒരുമിച്ച് പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ ഏത് കാര്യങ്ങൾ ചെയ്യണമെങ്കിലും താനുമായി ആലോചിച്ചു മാത്രമേ അവൻ ചെയ്യുമായിരുന്നുള്ളൂ. അന്നൊക്കെ കൂടെ പഠിക്കുന്നവർക്ക് പോലും തങ്ങളെ 2 പേരെയും തിരിച്ചറിയാൻ വിഷമമായിരുന്നു. അധ്യാപകർക്കാണെങ്കിലും അതേ അവസ്ഥ തന്നെ. വളരെ അടുത്ത കൂട്ടുകാരിൽ ചിലർക്ക് മാത്രമാണ് 2 പേരെയും തിരിച്ചറിയാൻ കഴിയുന്നത്. അത്രമാത്രം കുറഞ്ഞ വ്യത്യാസമേ 2 പേരും തമ്മിൽ ഉണ്ടായിരുന്നുള്ളൂ. അവൻ കാണിക്കുന്ന വികൃതികൾക്ക് പലതിനും താൻ സ്കൂളിൽ നിന്നും തല്ലു വാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അവനെ തല്ലാൻ നോക്കി നടന്ന കൂട്ടുകാരിൽ ചിലർ അവനാണെന്ന് കരുതി തന്നെ തല്ലിയിട്ടുമുണ്ട്. അവൻ മൂലം ദ്രോഹങ്ങൾ ഉണ്ടായിട്ടുള്ളതല്ലാതെ നല്ല കാര്യങ്ങൾക്കൊന്നിനും അവൻ തനിക്ക് ഉപകാരപ്പെട്ടിട്ടില്ല. അതൊന്നും വീട്ടിലാരും അതുപോലെ താനും അത്ര കാര്യമാക്കിയില്ല.
വികൃതിയുടെയും തല്ലുകൊള്ളലിൻ്റെയും തല്ലുകൊള്ളിക്കലിൻ്റേതുമായ ചെറുപ്പകാലം കഴിഞ്ഞ് പഠനം ഹൈസ്കൂൾ ക്ലാസ്സിലേക്ക് കയറി. അവിടെ എത്തിയപ്പോഴേക്കും താൻ പഠനത്തിൽ മാത്രം ശ്രദ്ധിച്ചു. പക്ഷേ അവൻ പൂർണ്ണമായും ഉഴപ്പിൽ മാത്രമാണ് ശ്രദ്ധിച്ചിരുന്നത്. എന്നാലും പരീക്ഷയ്ക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ജയിക്കാൻ മാത്രം മാർക്ക് വാങ്ങിയെടുത്തിരുന്നു. അതെങ്ങനെയാണെന്ന് ആദ്യം തനിക്ക് മനസ്സിലായില്ല. പക്ഷേ പിന്നീട് പിടികിട്ടി. ഉത്തരങ്ങൾ എഴുതിക്കൊണ്ടുപോയി അത് നോക്കി എഴുതുകയാണ് അവൻ്റെ രീതി. അതിൽ ഒരു തവണ അവൻ പിടിക്കപ്പെട്ടു. അവൻ്റെ പേര് ചോദിച്ചപ്പോൾ പത്മനാഭൻ നമ്പ്യാർ എന്നാണ് അവൻ പേര് പറഞ്ഞത്. അവൻ്റെ സ്ഥിരം പരിപാടികളിൽ ഒന്നാണ് അത്. പക്ഷേ അതിൽ അവൻ വിജയിച്ചില്ല. കാരണം ആ ടീച്ചർ അവൻ്റെ ഷർട്ട് നോക്കി വച്ചിരുന്നു. അതുകൊണ്ട് കോപ്പിയടി കുറ്റത്തിൽ നിന്നും താൻ രക്ഷപ്പെട്ടു. അവൻ കുടുങ്ങുകയും ചെയ്തു. രണ്ടുപേരും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വർഷം സ്കൂളിലേക്ക് പുതിയതായി വന്ന ഒരു പെൺകുട്ടിയാണ് ആഷ്നി മൈക്കിൾ. പഠനത്തിൻ്റെ കാര്യത്തിൽ താനുമായി മത്സരിക്കാൻ പറ്റിയ ഒരാളായിരുന്നു ആഷ്നി. ഓണപ്പരീക്ഷയുടെ ഫലം വന്നപ്പോൾ സ്ഥിരമായി തനിക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ക്ലാസ്സിലെ 1ാം സ്ഥാനം നഷ്ടമായി. അപ്രാവശ്യം അത് ലഭിച്ചത് ആഷ്നിക്കായിരുന്നു. പഠനത്തിൻ്റെ കാര്യത്തിൽ രൂക്ഷമായ മത്സരമുണ്ടായിരുന്നു എങ്കിലും തൻ്റെ മനസ്സിലെവിടെയോ അവളോട് ഒരു സോഫ്റ്റ് കോർണർ തോന്നി തുടങ്ങിയിരുന്നു. നിറം അല്പം കുറവാണെങ്കിലും നീണ്ട് ഇടതൂർന്ന അവളുടെ മുടി ആരെയും അവളിലേക്ക് ആകർഷിക്കുമായിരുന്നു. പ്രായത്തിനൊത്ത വളർച്ചയും തുടുത്ത ശരീരപ്രകൃതിയുമുള്ള അവളെ കാണുന്നതും സംസാരിച്ചിരിക്കുന്നതും മിക്കവർക്കും ഒരു ഹരമാണ്. ചിലപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാൻ തൻ്റെ അടുത്തേക്ക് അവൾ വരുമായിരുന്നു. അത് യഥാർത്ഥത്തിൽ സംശയമുണ്ടായിട്ടാണോ എന്ന് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട്. തങ്ങളിലുള്ള സംസാരവും ചിരിയും നടപ്പുമെല്ലാം താൻ നന്നായി ആസ്വദിച്ചിരുന്നു. അങ്ങനെയൊന്നും നേരത്തെ ആരോടും ഒരിക്കൽ പോലും തോന്നിയിട്ടുമില്ലായിരുന്നു. തൻ്റെ കാര്യം ഇതൊക്കെയാണെങ്കിലും അതൊക്കെ ദേഷ്യത്തോടെ കണ്ടുകൊണ്ടിരുന്ന ഒരാളുണ്ടായിരുന്നു. പവിത്രൻ തന്നെ. ഒരു ദിവസം അവൻ തന്നോട് ചോദിക്കുകയും ചെയ്തു, പഠനം മാത്രമാണ് നിന്റെ ലക്ഷ്യമെന്ന് നീ പറയാറുണ്ടല്ലോ. അതും എന്നെപ്പറ്റി എന്തെങ്കിലും കുറ്റം പറയുമ്പോൾ പ്രത്യേകിച്ചും. എന്നിട്ട് ഇപ്പോൾ എനിക്ക് നിന്നെപ്പറ്റി അങ്ങനെ തോന്നുന്നില്ലല്ലോ. അതെന്താടാ നിനക്ക് അങ്ങനെ തോന്നാതിരിക്കാൻ കാരണം? പ്രത്യേകമായി എനിക്കൊരു മാറ്റവും വന്നിട്ടില്ല. പഠനം തന്നെയാണ് ഇപ്പോഴും എനിക്ക് പ്രധാനം. ആ സുന്ദരി കോത നിന്റെ അടുത്ത് വരുന്നത് സംശയം ചോദിക്കാനൊന്നുമല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ കഴിഞ്ഞ ഓണപ്പരീക്ഷയ്ക്ക് 1ാം സ്ഥാനം അവൾക്ക് ലഭിക്കില്ലായിരുന്നല്ലോ. സംശയം ചോദിക്കാനല്ലെങ്കിൽ പിന്നെ അവൾക്ക് സമയം കളഞ്ഞ് എൻ്റെ അടുത്ത് വരേണ്ട വല്ല കാര്യവുമുണ്ടോ? അറിയാവുന്ന കാര്യങ്ങൾ ആരെങ്കിലും ചോദിക്കാൻ നിൽക്കുമോ? നിൽക്കുമല്ലോ. സംശയം പറഞ്ഞു കൊടുക്കുന്ന അത്രയും സമയം സംസാരിക്കാമല്ലോ. നിന്നോട് സംസാരിക്കാനുള്ള താല്പര്യത്തിനു വേണ്ടി മാത്രം വരുന്നതാണ് അവൾ. ആ കാര്യം എനിക്ക് തീർച്ചയാണ്. എന്തുകൊണ്ടാണ് നിനക്ക് അത്ര തീർച്ച തോന്നാൻ കാരണം? അവൾ നിന്നോട് പറയുകയോ മറ്റോ ചെയ്തോ? അല്ലാതെ എങ്ങനെ നിനക്ക് ഉറപ്പ് പറയാൻ കഴിയും? എല്ലാ കാര്യങ്ങളും ഒന്നും മനുഷ്യൻ അറിയുന്നത് പറഞ്ഞിട്ടല്ല. ചില കാര്യങ്ങളൊക്കെ നമുക്ക് ലക്ഷണങ്ങൾ കാണുമ്പോൾ കണ്ടുപിടിക്കാനും കഴിയും. എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. നിനക്ക് അങ്ങനെ തോന്നണം എന്ന് ഞാൻ പറയുന്നുമില്ല. യഥാർത്ഥത്തിൽ എന്താണ് ലക്ഷ്യമെന്ന് ഞാൻ തന്നെ കണ്ടുപിടിച്ച് തരാം.
ഇനി നിനക്ക് വല്ല താല്പര്യവും അങ്ങോട്ട് തോന്നുന്നുണ്ടെങ്കിൽ വിവരം പറഞ്ഞേക്കണം. ഞാൻ അതിലിടപെടില്ല. സാധാരണ എല്ലാവർക്കും ഇഷ്ടമുള്ളതുപോലെ തനിക്കും അവളെ കാണാനും സംസാരിക്കാനും ഇഷ്ടമായിരുന്നു. അതിൽ കൂടുതലായി ഒന്നും തനിക്ക് തോന്നിയിരുന്നില്ല. എന്നാൽ പവിത്രൻ വിചാരിച്ചിരുന്നത് അങ്ങനെയൊന്നുമല്ല എന്ന് തോന്നുന്നു. എനിക്കതിൽ എന്ത് പ്രത്യേക താല്പര്യം? നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് നീ കണ്ടുപിടിച്ചോ. എന്തെങ്കിലും പുലിവാല് പിടിച്ചിട്ട് എൻ്റെ പേര് പറഞ്ഞേക്കരുത്. എന്ന് പറഞ്ഞാൽ പറയാൻ എനിക്ക് സ്വന്തം പേരില്ലാത്തതുപോലെ ഉണ്ടല്ലോ. നിന്റെ പേര് മാത്രം പറഞ്ഞ് രക്ഷപ്പെടാൻ ഒന്ന് പോടാ. പിന്നെ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. കുറേ ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞുപോയി. ഒരു ദിവസം ഹെഡ് മാസ്റ്റർ തന്നെ ഓഫീസ് റൂമിലേക്ക് വിളിപ്പിച്ചു. കാര്യമെന്താണെന്ന് പിടികിട്ടിയില്ല. എങ്കിലും പ്യൂണിനോടൊപ്പം തന്നെ ഓഫീസിലേക്ക് ചെന്നു. മാഷിൻ്റെ മുഖത്ത് സാധാരണയിലും കവിഞ്ഞ ഗൗരവമാണ്. സാറിനിതെന്തു പറ്റിക്കാണും എന്ന് ആലോചിച്ചുകൊണ്ടാണ് താൻ അങ്ങോട്ട് ചെന്നത്. എന്തായാലും തന്നോട് വഴക്ക് പറയാനൊന്നും ആയിരിക്കില്ല. അതിനുള്ള കാരണങ്ങളൊന്നും തൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുമില്ല. സാർ എന്നോട് വരാൻ പറഞ്ഞു എന്ന് രമേശേട്ടൻ വന്നു പറഞ്ഞു. അതെ, രമേശനെ ഞാൻ തന്നെയാണ് പറഞ്ഞു വിട്ടത്. നീ അവിടെ നിൽക്ക്. നിന്നോട് എനിക്ക് വിശദമായി അല്പം ചോദിക്കാനുണ്ട്. ഒന്നും മനസ്സിലാകാത്തതുപോലെ താൻ അവിടെ സാറിൻ്റെ മുൻപിൽ നിന്നു. മിക്കപ്പോഴും സാറിൻ്റെ കയ്യിൽ കാണാറുള്ള ചൂരൽ മേശപ്പുറത്ത് തന്നെ എടുത്തു വച്ചിരിക്കുകയാണ്. ആരെയെങ്കിലും തല്ലേണ്ട ആവശ്യമുള്ളപ്പോൾ മാത്രമേ അത് മേശയുടെ അടിയിൽ നിന്നും പുറത്തേക്ക് എടുക്കാറുള്ളൂ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. മഞ്ഞളിലിട്ട് പുഴുങ്ങിയതാണെന്നൊക്കെയാണ് കുട്ടികൾ പറയുന്നത്. അടി കിട്ടിയാൽ അത്രയധികം വേദനയാണ് പോലും. തനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ആ വേദന തനിക്കറിയില്ല. എന്നാൽ പവിത്രൻ ഒരു ദിവസം പറയുന്നത് കേട്ടു. അവന് 2 എണ്ണം കിട്ടി. കിട്ടിയ സ്ഥലം പൊട്ടി ചോര വരികയും ചെയ്തു. വേദനയെപ്പറ്റി അവനോട് ചോദിച്ചപ്പോൾ അതൊന്നും പ്രശ്നമില്ല എന്നാണ് പറഞ്ഞത്. നിന്നെപ്പറ്റി പൊതുവേ പരാതികളൊന്നും കേട്ടിട്ടില്ല. പക്ഷേ ഇന്ന് ഒരു പരാതി കിട്ടി. സംശയം ചോദിക്കാൻ വന്ന ഒരു പെൺകുട്ടിയോട് നീ അപമര്യാദയായി പെരുമാറിയെന്ന്. ശരിയാണോടാ? തനിക്ക് തൊണ്ടയിലെ വെള്ളം പറ്റും പോലെ തോന്നി. എന്താണ് മറുപടി പറയേണ്ടത് എന്നുപോലും അറിയില്ല. ആരോടും താൻ മര്യാദയുടെ പരിധി വിട്ട് പെരുമാറിയിട്ടില്ല, പെരുമാറുകയുമില്ല. അതുകൊണ്ട് ധൈര്യമായി പറഞ്ഞതിനെ നിഷേധിച്ചു. ശരിയല്ല, എൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു പെരുമാറ്റം ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയുമില്ല. തറയിൽ ആഞ്ഞു ചവിട്ടിക്കൊണ്ടാണ് സാറിൻ്റെ അടുത്ത ചോദ്യമുണ്ടായത്. നിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു പെരുമാറ്റം ഉണ്ടാകാഞ്ഞിട്ടാണോടാ ആഷ്നി കരഞ്ഞുകൊണ്ട് വന്ന് പറഞ്ഞത്? പത്മനാഭൻ നമ്പ്യാരുടെ പേര് തന്നെയാണല്ലോ അവൾ പറഞ്ഞത്. അതുതന്നെയല്ലേ നിന്റെ പേര്? എൻ്റെ പേര് അതുതന്നെയാണ്. പക്ഷേ ഞാൻ ഇന്ന് ആഷ്നിയെ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ് സാർ അങ്ങനെയൊരു പരാതി ഉണ്ടാവുക? ഏതായാലും നീ നിഷേധിച്ച സ്ഥിതിക്ക് ഞാൻ അവളോടുകൂടി വരാൻ പറയാം. അത് പറഞ്ഞതിന് ശേഷം അന്ന് രാവിലെ മുതൽ താൻ സ്കൂളിൽ വന്നിട്ട് ചെയ്ത കാര്യങ്ങൾ ഓരോന്നും കൃത്യമായിട്ട് തന്നെ കൊണ്ട് പറയിപ്പിച്ചു. ഉച്ചയൂണിൻ്റെ സമയത്താണ് അവൾ തൻ്റെ അടുത്ത് സംശയം ചോദിക്കാൻ വന്നു എന്ന് പറയുന്നത്. അന്നേരം താൻ സ്കൂളിലില്ലായിരുന്നു. തൻ്റെ 2 കൂട്ടുകാരോടൊപ്പം മാവിൻ തോട്ടത്തിൽ പോയിരിക്കുകയായിരുന്നു എന്ന വിവരം സാറിനോട് പറഞ്ഞു. സാർ ആ കുട്ടികളോട് കാര്യം ചോദിച്ചു. താൻ പറഞ്ഞതുപോലെ തന്നെ അവരും പറഞ്ഞു.
സാർ ആകെ കൺഫ്യൂഷനിലായി. സാറ് ആഷ്നിയെ വിളിപ്പിച്ചു. അവൾ പറയുന്നത് സംശയം ചോദിക്കാൻ താൻ പോയത് ഒഴിഞ്ഞ ക്ലാസ് മുറിയിൽ വെച്ചാണെന്ന് തന്നെയാണ്. താനായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്നാണ് അവൾ പറയുന്നത്. അപ്പോഴാണ് ഹെഡ് മാസ്റ്റർ ചോദിച്ചത്, ഇവൻ്റെ ഒരു സഹോദരനും ഉണ്ടല്ലോ അടുത്ത ക്ലാസ്സിൽ. ഇവനെപ്പോലെ തന്നെയാണ് അവനും. ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. സംശയം പറഞ്ഞു തന്നുവെങ്കിൽ അത് ഇവനായിരിക്കും, അല്ലെങ്കിൽ അവനായിരിക്കുകയും ചെയ്യും. ഞാൻ സംശയം ചോദിച്ചതല്ലാതെ അതിൻ്റെ ഉത്തരം പറഞ്ഞു തന്നില്ല. അതിനു പകരമാണ് എന്നെ അവൻ കയറി പിടിച്ചത്. സംശയം പറഞ്ഞു കൊടുക്കാൻ അവന് അറിഞ്ഞിട്ട് വേണമല്ലോ. അതുകൊണ്ട് ഹെഡ് മാസ്റ്റർക്ക് കാര്യം മനസ്സിലായി. ആഷ്നിയെ പറഞ്ഞു വിട്ടിട്ട് അപ്പോൾ തന്നെ പവിത്രനെ വിളിപ്പിച്ചു. അവനോട് ഹെഡ് മാസ്റ്റർ ചോദിച്ചപ്പോൾ ആദ്യം നിഷേധിക്കുകയാണ് ചെയ്തത്. എനിക്കൊന്നും ഒരു വകയും അറിയത്തില്ല. പിന്നെ എന്നോടാരെങ്കിലും സംശയം ചോദിക്കുമോ സാറേ? അത് ഇവനോടായിരിക്കും ചോദിച്ചത്. സംശയം ചോദിച്ചതല്ലാതെ സംശയത്തിന് ഉത്തരം പറഞ്ഞു കൊടുത്തില്ലല്ലോ. അതിപ്പോൾ അറിയാത്തവനും സാധിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. പെട്ടെന്നാണ് സാറിൻ്റെ ശബ്ദം പിന്നെയും ഉയർന്നത്. സത്യം പറഞ്ഞോണം, നീയല്ലേ ഇത് ചെയ്തത്? എന്നിട്ട് നിന്റെ സഹോദരൻ്റെ പേരിൽ കെട്ടിവെക്കുകയല്ലേ ചെയ്തത്? നീ പഠിക്കാതിരിക്കാൻ വേണ്ടി വരും, എന്നിട്ട് അവനും കൂടി തലവേദന ഉണ്ടാക്കുന്നു. മര്യാദയ്ക്ക് നീ സത്യം പറഞ്ഞു. സാറിൻ്റെ ശബ്ദം ഉയർന്നതോടെ പവിത്രൻ പേടിച്ചു. സത്യം പറയുകയും ചെയ്തു. തൽക്കാലം തൻ്റെ നിരപരാധിത്വം തെളിഞ്ഞു. എങ്കിലും രണ്ടു പേരോടും ആഷ്നിക്ക് അന്നു മുതൽ പിണക്കമായിരുന്നു. അതിനുശേഷം സംശയം ചോദിച്ചിട്ടുമില്ല. അന്നത്തെ സംഭവത്തിന് ശേഷം പവിത്രൻ സ്കൂളിൽ പോയിട്ടില്ല. സ്കൂളിൽ പോകാൻ വീട്ടിൽ നിന്നും നിർബന്ധിച്ചതാണ് അവൻ ആദ്യം വീട് വിട്ടു പോകാൻ കാരണമായത്. പവിത്രൻ്റെ ഭൂതകാലത്തിൻ്റെ കുറച്ച് ഭാഗം ഇപ്പോൾ പുറത്തു വന്നു. എന്നാൽ ഈ കഥ ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. നന്ദിനിയുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന കൂടുതൽ സംഭവങ്ങൾ അടുത്ത ഭാഗത്തിൽ വരാനിരിക്കുന്നു. അതുകൊണ്ട് ഇനിയുള്ള ഭാഗങ്ങളും നഷ്ടപ്പെടുത്താതെ കേൾക്കണേ. കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ.